ഒരിടത്ത് സമൃദ്ധിപുരം എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ നടുവിലായി വലിയൊരു മാർക്കറ്റും ഉണ്ടായിരുന്നു. എല്ലാവിധ പച്ചക്കറികളും പലഹാരങ്ങളും ധാന്യവും ഒക്കെ എന്നും അവിടെ കച്ചവടവും നടക്കുമായിരുന്നു. ഈ ഗ്രാമത്തിൽ ലീല എന്നൊരു പെൺകുട്ടി ജീവിച്ചിരുന്നു. അവൾ വളരെ ബുദ്ധിമതിയായ കുട്ടിയായിരുന്നു. പക്ഷേ ഒരിക്കലും അവൾ അതിൻ്റെ അഹങ്കാരമൊന്നും കാണിച്ചിരുന്നില്ല. മാർക്കറ്റിൽ ലീലയുടെ അച്ഛനും ഒരു ചെറിയ പച്ചക്കറിക്കട നടത്തിയിരുന്നു. അച്ഛനെ സഹായിക്കാൻ സമയം കിട്ടുമ്പോഴെല്ലാം ലീലയും വരുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു വൈകുന്നേരം മാർക്കറ്റിൽ വലിയ ബഹളം നടക്കുന്നത് ലീല കണ്ടു. എന്താണ് പ്രശ്നമെന്നറിയാൻ ലീല എല്ലാവരോടുമൊപ്പം അങ്ങോട്ടേക്ക് ചെന്നു. പച്ചക്കറി തൂക്കുന്ന തുലാസും കയ്യിൽ പിടിച്ച് ഒരു വ്യാപാരി ഉറക്കെ പറയുകയാണ്, "എന്റെ തുലാസ് ശരിയാണ്." ഇത് കേട്ട് എതിരെ നിന്നിരുന്ന ജനങ്ങൾ പറയുന്നു, "അല്ല, അത് തെറ്റാണ്. നിങ്ങൾ കുറവ് തൂക്കമാണ് കൊടുക്കുന്നത്." വീണ്ടും വീണ്ടും ഇതേ കാര്യം തന്നെ പറഞ്ഞ് അവർ തർക്കിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറേ നേരം കടന്നുപോയി എന്നല്ലാതെ തർക്കം അവസാനിക്കുന്നേ ഇല്ലായിരുന്നു. വാദം മുറുകുന്നതല്ലാതെ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഇത് ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ ലീലയുടെ അച്ഛൻ അവളോട് പറഞ്ഞു, "മോളെ, നീ ഇതിലൊന്ന് ഇടപെടൂ. നീ വളരെ ബുദ്ധിമതിയായ കുട്ടിയല്ലേ. ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ നിനക്ക് അവരെ ഒന്ന് സഹായിച്ചുകൂടെ?" അച്ഛനോട് ശരി എന്ന് മറുപടി പറഞ്ഞ് അവൾ മുന്നിലേക്ക് വന്നു. ആദ്യം തുലാസും പിന്നീട് ചുറ്റുപാടും ഒന്ന് നോക്കിയതിന് ശേഷം അവൾ ചോദിച്ചു, "ഈ തുലാസിൽ ദിവസവും നിങ്ങൾ എന്താണ് തൂക്കുന്നത്?" വ്യാപാരി പറഞ്ഞു, "ഞാൻ എല്ലാ പച്ചക്കറിയും ഇതിൽ തന്നെയാണ് തൂക്കുന്നത്." ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, "ശരി, എന്നാൽ ഒരു ചെറിയ പരീക്ഷണം നടത്താം." എന്നിട്ട് അവൾ ഒരു കല്ലെടുത്ത് തുലാസിന്റെ ഒരു വശത്ത് വെച്ചു. "ഇപ്പോൾ നോക്കൂ," ലീല പറഞ്ഞു. നോക്കുമ്പോൾ ഉണ്ടല്ലോ, തുലാസ് ഒരു വശത്തേക്ക് തന്നെ ചായുന്നു. ആളുകൾ ആശ്ചര്യപ്പെട്ടു. "ഇതെങ്ങനെ?" അവരെല്ലാവരും അവളോട് ചോദിച്ചു. ലീല പറഞ്ഞു, "കല്ലുകൾ ഒരുപോലെയാണ്, പക്ഷേ തുലാസ് അല്ല. ഇത് പച്ചക്കറിയുടെ പ്രശ്നമല്ല, തുലാസിൻ്റെതാണ്." തല കുനിച്ചുകൊണ്ട് വ്യാപാരി പറഞ്ഞു, "ഞാൻ അറിഞ്ഞില്ല." ലീല പറഞ്ഞു, "വ്യാപാരത്തിൽ നഷ്ടം വരാം, പക്ഷേ ന്യായം പോയാൽ വിശ്വാസം പോകും." ഇതും പറഞ്ഞ് ലീല അച്ഛനോടൊപ്പം തിരികെ നടന്നു. മാർക്കറ്റ് വീണ്ടും ശാന്തമായി.